ഹലോ, എന്തെല്ലാം ഹാല് സുഖല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു ഗോബി മഞ്ചൂരിയൻ ആയിട്ടാ. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായി നമ്മുടെ കോളിഫ്ലവർ എടുത്തോ. എന്നിട്ടുണ്ടല്ലോ നല്ല ചെറിയ ചെറിയ ഇതളായിട്ട് വരട്ടെ ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഈ കോളിഫ്ലവറിലോട്ട് ഉണ്ടല്ല കുറച്ചധികം നേരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയോടെ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് ആ വെള്ളത്തിൽ അങ്ങോട്ട് കിടക്കട്ടെ കേട്ടാ. അതിന് ശേഷം ഉണ്ടല്ലോ നന്നായിട്ട് കഴുകി വാരി ഊറ്റി അങ്ങോട്ട് വെച്ചോ. ഇനി വേറൊരു പാത്രത്തിലോട്ടെ നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, കോൺഫ്ലവറിന്റെ പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് അരിപ്പൊടിയും ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറേശ്ശെ വെള്ളവും കൂടെ ചേർത്തിട്ട് വരട്ടെ അവളുടെ ബാറ്റർ റെഡിയാക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഗോപിക്കുട്ടന്മാരോട് പെറക്കിട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തോ. ഇനി ഇത്തിരി നേരം അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ടേ നമുക്ക് ഒരു ഇത്തിരി എണ്ണ അങ്ങോട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ട് നല്ല കറുമുറ ക്രിസ്പിയാക്കി ഫ്രൈ ചെയ്തങ്ങ് മാറ്റിയെടുക്കണം. ഇനി ഇതിന്നുണ്ടല്ലോ കുറച്ച് ഓയിൽ വേറൊരു പാനിൽ ചൂടാക്കിയിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞ സ്പ്രിംഗ് ഓണിയൻ ഇഞ്ചി വെളുത്തുള്ളിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇട്ടിട്ട് ആദ്യം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വരട്ടെ ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാൻ. ഇനി ഇത് അങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് വരട്ടെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടെ നമ്മുടെ എരിവിനുള്ള കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ആ സോസുകളൊക്കെ എടുത്തോ. ആദ്യം തന്നെ സോയാ സോസ്, പിന്നെ ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്. അതിൻ്റെ ഒപ്പം ഞാനൊരു ഇത്തിരി ടൊമാറ്റോ പേസ്റ്റ് ചേർക്കണ്ടിട്ടാ. ഈ ടൊമാറ്റോ പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ചേർത്താൽ മതിയെ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെ ഒരു കപ്പ് നല്ല ചൂടുവെള്ളത്തോടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും ചേർക്കണം. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒരു ഇത്തിരി വെള്ളത്തിൽ കലക്കി അതും ചേർത്ത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ ചേർത്ത് ഒപ്പം കുറച്ച് അധികം സ്പ്രിംഗ് ഓണിയനോട് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്തോ.